Okay, good morning all. Today we are going to discuss about the binary search algorithm. Binary search we can solve using two methods. Recursive method and iterative method നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിക്കർസീവ് മെത്തേഡ് ഓഫ് ബൈനറി സെർച്ച് ആണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എന്താണ് ബൈനറി സെർച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഒരു അറേ തന്നിട്ടുണ്ടാവും. ആ അറേയിൽ നിന്നും ഒരു പർട്ടിക്കുലർ എലമെന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ നോർമൽ സെർച്ചിൽ നിന്നും വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ബൈനറി സെർച്ച് പെർഫോം ചെയ്യണമെങ്കിൽ അറേ ആദ്യം സോർട്ടഡ് ഓർഡറിലായിരിക്കണം. ദെൻ സോർട്ടഡ് ഓർഡറിലുള്ള അറേയിൽ നിന്നും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് ഏതാണെന്ന് ഒന്നിൽ അധികം എലമെന്റുകളുള്ള ഒരു അറേ ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി അറേയുടെ മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം നമ്മൾ ചെക്ക് ചെയ്യും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് ലെഫ്റ്റ് സൈഡിലാണോ അറേയുടെ അതോ റൈറ്റ് സൈഡിലാണോ എന്നുള്ളത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ എന്റെ കയ്യിൽ ഒരു അറേ ഉണ്ട്. ആ അറേക്കകത്ത് 1 മുതൽ 15 വരെയുള്ള എലമെന്റുകളാണ് ഉള്ളത്. സപ്പോസ് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് 17 ആണെന്ന് വിചാരിക്കുക. സോ എങ്ങനെയാണ് ബൈനറി സെർച്ച് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഈ 1 to 15ന്റെ മിഡിൽ വാല്യൂ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. ദെൻ മിഡിൽ വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. 8th പൊസിഷനിൽ കിടക്കുന്ന എലമെന്റ് ഏതാണെന്ന് നോക്കും. ഇറ്റ് ഈസ് 29. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെക്ക് ചെയ്യും? എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് ഈ 29നേക്കാൾ ലെസർ ആണോ 29നേക്കാൾ ഗ്രേറ്റർ ആണോ എന്നുള്ളതാണ് രണ്ടാമത് ചെക്ക് ചെയ്യുക. സോ എനിക്ക് ശരിക്കും ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് 17 ആണ്. സോ 17 ഈസ് ലെസ് ദാൻ 29. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും അറേയുടെ അതായത് മിഡിൽ വാല്യൂവിന്റെ ലെഫ്റ്റ് പോർഷനിലാണ് ഇനി സെർച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? പുതിയ ഒരു അറേ കൺസിഡർ ചെയ്യും 1 to 7. റിമൈനിങ് എലമെന്റിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് കിട്ടിയ ആൻസർ എന്ന് പറയുന്നത് നമ്മളുടെ സെർച്ചിങ് എലമെന്റ് ഈസ് ലെസ് ദാൻ ദ മിഡിൽ എലമെന്റ് ആണ്. ഇനി അടുത്തൊരു എക്സാമ്പിൾ, എനിക്ക് കണ്ടുപിടിക്കേണ്ട എലമെന്റ് 53 ആണെന്ന് വിചാരിക്കുക. സോ നോർമലി നമ്മൾ എന്ത് ചെയ്യും? അറേനെ സ്പ്ലിറ്റ് ചെയ്ത് മിഡിൽ എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ 29 ആണ് മിഡിൽ എലമെന്റ്. നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറയുന്നത് 53 ആണ്. ദെൻ ചെക്ക് ചെയ്യും വെദർ 53 ഈസ് ലെസ് ദാൻ ഓർ ലെസർ ആണോ അല്ലെങ്കിൽ ഗ്രേറ്റർ ആണോ 29നേക്കാൾ. അപ്പൊ നമുക്ക് കിട്ടും 53 is greater than 29, which means we wanted to search in the right side. So നമ്മൾ ഇനി റൈറ്റ് സൈഡ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ മിഡ് തൊട്ട് 15 വരെയുള്ള എലമെന്റ്. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ബൈനറി സെർച്ച്. ഇനി ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് റിക്കർസീവ് അൽഗോരിതം ആണ്. സോ റിക്കർഷന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എ ഫംഗ്ഷൻ കോൾ ഇറ്റ് സെൽഫ് ഇറ്റ് ഈസ് നോൺ ആസ് ദ റിക്കർഷൻ. സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എനിക്ക് ഒരു അൽഗോരിതം ഉണ്ട്. അൽഗോരിതം ആർ ബിൻസ് എന്നാണ് പേര്. അതായത് റിക്കർസീവ് ബൈനറി സെർച്ച് L,H,key. L എന്ന് പറഞ്ഞാൽ നമ്മളുടെ മൊത്തം അറേയുടെ ഫസ്റ്റ് എലമെന്റ്, ലോവർ എലമെന്റ്. സോ ഹിയർ L എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, ദെൻ H എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ അറേയുടെ ഹയർ എലമെന്റ് എത്രയാണ് അതിനെയാണ് H എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഇസ് 15. നൗ കീ എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏത് എലമെന്റ് ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഈ ഒരു എക്സാമ്പിളിൽ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറയുന്നത് 17 ആണ്. സോ 17 ഈസ് മൈ കീ എലമെന്റ്. ഇനീഷ്യലി നമ്മൾ എന്താണ് അൽഗോരിതം പറയുന്നത്? ഇഫ് L is equal to H. L equal to H എന്ന് പറഞ്ഞാൽ ലോവർ എലമെന്റും ഹയർ എലമെന്റും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ. അതായത് എന്റെ കയ്യിൽ ആകെ ഒരു എലമെന്റേ ഉള്ളൂ, എന്റെ അറേയിൽ ഒരു എലമെന്റേ ഉള്ളെങ്കിൽ ആ കേസിലാണ് ലോവും ഹൈയും ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അങ്ങനെ ഒരു എലമെന്റ് മാത്രമാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ L അല്ലെങ്കിൽ റിട്ടേൺ H. ലോവും ഹൈയും ആണെങ്കിൽ ദെൻ നമ്മൾ ചെക്ക് ചെയ്യും ഇഫ് A of L is equal to key element. അതായത് A of L എന്ന് പറഞ്ഞാൽ A of ഫസ്റ്റ് പൊസിഷൻ എലമെന്റ് വിച്ച് ഇസ് ഈക്വൽ ടു കീ എലമെന്റ് ആണോ, എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് ആണോ എന്ന് നോക്കും. ആണെങ്കിൽ പൊസിഷൻ റിട്ടേൺ ചെയ്യും. സപ്പോസ് എന്റെ അറേയില് ഇവിടെ L is equal to H ചെക്ക് ചെയ്തപ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ എന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. വിച്ച് മീൻസ് അറേക്കകത്ത് മോർ ദാൻ 1 എലമെന്റുകൾ ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. അങ്ങനെ മോർ ദാൻ 1 എലമെന്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറേനെ സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ,
സോ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ലോജിക് എന്ന് പറയുന്നത് മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ മിഡിൽ ഈസ് ഈക്വൽ ടു L പ്ലസ് H ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ലോവർ വാല്യൂ. ഇപ്പൊ നമ്മുടെ എക്സാമ്പിളില് ലോവർ വാല്യൂ ആയുള്ള 1 പ്ലസ് ഹയർ വാല്യൂ ആയിട്ടുള്ള 15 ഡിവൈഡഡ് ബൈ 2 എത്രയാണ് കിട്ടുക? ഇറ്റ് ഈസ് 8. സോ 8 ഈസ് ദ മിഡിൽ എലമെന്റ്. അപ്പം വലിയ അറേ ആകുമ്പോൾ നമ്മൾ മിഡിൽ എലമെന്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇനി ഞാൻ ചെക്ക് ചെയ്യും എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറയുന്നത് മിഡിൽ എലമെന്റ് ആണോ. ദാറ്റ് ഈസ് ഇഫ് കീ ഇസ് ഈക്വൽ ടു എ ഓഫ് മിഡ്. അപ്പൊ മിഡിൽ എലമെന്റ് ആണോ കീ എന്ന് നോക്കും. മിഡിൽ എലമെന്റ് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? ആ പൊസിഷൻ, മിഡ് എന്ന് പറയുന്ന പൊസിഷൻ റിട്ടേൺ ചെയ്യും. ഇനി സപ്പോസ് കീ എലമെന്റ് മിഡിൽ എലമെന്റ് അല്ല എങ്കിൽ ഇനി എനിക്ക് അറിയേണ്ട കേസ് എന്ന് പറയുന്നത് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് മിഡിന്റെ ലെഫ്റ്റിലാണോ മിഡിന്റെ റൈറ്റിലാണോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ എന്ത് ചെക്ക് ചെയ്തു? ഇഫ് കീ ലെസ് ദാൻ എ ഓഫ് മിഡ്. അപ്പം ഈ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ബൈനറി സെർച്ച് നടത്തുന്നതിന് മുന്നേ തന്നെ അറേ സോർട്ടഡ് ഓർഡറിലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ കറക്റ്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇഫ് കീ ലെസ് ദാൻ എ ഓഫ് മിഡ്, കീ എലമെന്റ് കണ്ടുപിടിക്കേണ്ട എലമെന്റ് മിഡിൽ എലമെന്റിനേക്കാൾ ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യണം. അതെങ്ങനെ സിസ്റ്റത്തോട് പറയാ? റിട്ടേൺ ആർ ബിൻ L, മിഡ് മൈനസ് 1, കീ. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചുണ്ടാവും L മിഡ് മൈനസ് 1, കീ. ഇവിടെയാണ് റിക്കർഷൻ എന്ന് പറയുന്ന കോൾ വർക്ക് ചെയ്യുന്നത്. ഇത് വർക്ക് ചെയ്യുമ്പോൾ കോള് എവിടേക്ക് പോകും? അൽഗോരിതത്തിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. ഓക്കെ, സോ L വാല്യൂ ഈസ് സെയിം ആസ് L. ദെൻ ഹിയർ H എന്ന് പറയുന്ന പാരാമീറ്ററിന് പകരം എന്താകും? മിഡ് മൈനസ് 1 ആകും. കീ എലമെന്റ് ഈസ് സെയിം ആസ് കീ. അതായത് കീ എലമെന്റ് ലെസ് ദാൻ എ ഓഫ് മിഡ് എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 തുടങ്ങി 7 വരെയുള്ള അറേ മാത്രമാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ കണ്ടീഷൻ. ഇനി നെക്സ്റ്റ് ഞാൻ നോക്കുമ്പോൾ അതായത് കീ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എ ഓഫ് മിഡ് അല്ല, കീ വാല്യൂ ഈക്വൽ ടു എ ഓഫ് മിഡ് അല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് മനസ്സിലാക്കണം? കീ വാല്യൂ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ട എലമെന്റ് മിഡിലിന്റെ റൈറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോ റൈറ്റ് സൈഡിലുള്ള അറേയിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുക? റിട്ടേൺ ആർ ബിൻ മിഡ് പ്ലസ് 1, H, കീ. ഇത് അഗെയിൻ ഒരു റിക്കേഴ്സീവ് കോളാണ്. ഈ കോൾ വിളിക്കുമ്പോൾ എവിടേക്ക് പോകും? നമ്മളുടെ അൽഗോരിതത്തിന്റെ ബിഗിനിങ്ങിലേക്ക് കൺട്രോള് മൂവ് ആവും. ഓക്കെ, സോ L വാല്യൂ സെയിം ആസ് മിഡ് പ്ലസ് 1 ആകും. അതായത് പുതിയ അറേയുടെ കേസിൽ എലമെന്റ് റൈറ്റ് സൈഡിലാണെന്ന് മനസ്സിലായാൽ പുതിയ അറേ എന്ന് പറഞ്ഞാൽ മിഡ് പ്ലസ് 1 ആണ്. ഇപ്പൊ ഇവിടെ 8 ആണ് മിഡ് എങ്കിൽ നമ്മൾ ഇനി എന്ത് കൺസിഡർ ചെയ്യണം? മിഡ് പ്ലസ് 1, അതായത് 9th പൊസിഷൻ മുതൽ ഹൈ വാല്യൂ വരെയുള്ള അറേ ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് ബൈനറി സെർച്ച് അൽഗോരിതം. ഇനി ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, കീ എലമെന്റ് 17 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് കണ്ടുപിടിക്കേണ്ട എലമെന്റ് 17 ആണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനീഷ്യലി L എന്ന് പറഞ്ഞാല് ലോവർ വാല്യൂ, അതായത് ഇവിടെ അറേയുടെ ബിഗിനിങ്ങിന്റെ വാല്യൂ 1. H എന്ന് പറഞ്ഞാൽ ഹയർ വാല്യൂ, അറേയുടെ ഹയർ വാല്യൂ 15, കീ എന്ന് പറഞ്ഞാല് എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട 17 എന്ന് പറയുന്ന വാല്യൂ. അപ്പൊ ആദ്യം ചെക്ക് ചെയ്യുന്നു ഇഫ് L ഈസ് ഈക്വൽ ടു H. അപ്പൊ നമ്മളുടെ കേസില് L എന്ന് പറയുന്നത് 1 ആണ്, H എന്ന് പറയുന്നത് 15 ആണ് അല്ലെ. അപ്പൊ ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, വിച്ച് മീൻസ് അറേയില് ഒന്നിലധികം എലമെന്റുകൾ ഉണ്ട്. ദെൻ കൺട്രോള് നേരെ എവിടെ വരും? ഈ പോർഷനിലേക്ക് വരും. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? മിഡിൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാണ് മിഡ് കാൽക്കുലേറ്റ് ചെയ്യുക? L പ്ലസ് H ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 1 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഇസ് 8. ഓക്കെ, സോ മിഡിൽ എലമെന്റ് എന്ന് പറയുന്നത് 8 ആണ്. ദെൻ ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നു കണ്ടുപിടിക്കേണ്ട എലമെന്റ്, അതായത് കീ എലമെന്റ്, അത് 17 ഈക്വൽ ടു എ ഓഫ് മിഡ് ആണോ എന്ന് നോക്കണം. മിഡിന്റെ വാല്യൂ എത്രയാണ്? 8 ആണ്. അപ്പോ എന്താ ചെക്ക് ചെയ്യുക? 17
ഈക്വൽ ടു എ ഓഫ് 8 ആണോ എന്ന് നോക്കും. എ ഓഫ് 8 എന്ന് പറഞ്ഞാൽ എന്താണ്? 8th പൊസിഷനിലുള്ള എലമെന്റ്. ഇറ്റ് ഇസ് 29. അപ്പം 17 ഈസ് ഈക്വൽ ടു 29 അല്ല. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആയി. ഇനി ഞാൻ ചെക്ക് ചെയ്യുന്നത് വെദർ ദ എലമെന്റ് ഈസ് ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ മിഡ് ഓർ ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മിഡ്. മിഡിന്റെ ലെഫ്റ്റിലാണോ റൈറ്റിലാണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇഫ് കീ ലെസ് ദാൻ എ ഓഫ് മിഡ് ആണോ എന്ന് നോക്കും. അപ്പൊ കീ എലമെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 17, ലെസ് ദാൻ എ ഓഫ് 8 എന്ന് പറഞ്ഞാൽ 8th പൊസിഷൻ എലമെന്റ് 29. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇനി എൻറ്റയർ അറേ സെർച്ച് ചെയ്യില്ല. ബിഗിനിങ് മുതൽ മിഡിൽ ലെസർ 1 വരെയുള്ള അറേ നോക്കുള്ളൂ. അതായത് മിഡിൽ എലമെന്റിനേക്കാൾ ചെറുതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട എലമെന്റ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം എവിടേക്ക് മാത്രം നോക്കുള്ളൂ? ലെഫ്റ്റ് സൈഡ് നോക്കുള്ളൂ. റിമൈനിങ് പോർഷൻ അത് മൈൻഡ് ചെയ്യില്ല. അപ്പം അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ആർബിൻ എൽ കോമ മിഡ് -1 കീ. അപ്പൊ എന്ത് സംഭവിക്കും? എൽ മുതൽ മിഡ് -1 എന്ന് പറഞ്ഞാൽ 7 ആണ്. കീ എലമെന്റ് 17 തന്നെയാണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാല് ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ കോൾ ആണ്. സോ എഗെയിൻ കൺട്രോൾ ഈസ് മൂവിംഗ് ഓൺ ടു ദ ബിഗിനിങ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലിന്റെ സ്ഥാനത്ത് എല് തന്നെ വരും. എച്ചിന്റെ സ്ഥാനത്ത് വരുന്നത് മിഡ് -1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. കീ എലമെന്റ് എന്ന് പറയുന്നത് 17, സെയിം എലമെന്റ് തന്നെ. ഓക്കെ, അപ്പൊ പുതിയ എല്ലും പുതിയ എച്ചും പുതിയ കീ വാല്യൂ സെയിം തന്നെയാണ്. അപ്പോ ആഫ്റ്റർ ദസ് നമുക്ക് എന്ത് സംഭവിക്കും? എൽ വാല്യൂ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. എച്ച് എന്ന് പറഞ്ഞാൽ മിഡ് -1 ദാറ്റ് ഇസ് 7. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ഈ 1 മുതൽ 7 വരെയുള്ള പോർഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത്. അഗെയിൻ അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യും. എൽ ഈസ് ഈക്വൽ ടു എച്ച് ആണോ എന്ന് നോക്കും. എൽ ഈക്വൽ ടു എച്ച് അല്ല. ദെൻ അതിന്റെ അർത്ഥം ഒന്നിലധികം എലമെന്റുകൾ ഉണ്ട്. സോ വി വോണ്ടഡ് ടു സ്പ്ലിറ്റ് ദ അറേ. സോ നമ്മൾ എന്ത് ചെയ്യും? മിഡ് കാൽക്കുലേറ്റ് ചെയ്യും. എൽ പ്ലസ് എച്ച് ബൈ 2. എല്ലിന്റെ വാല്യൂ 1 പ്ലസ് എച്ചിന്റെ വാല്യൂ 7 ബൈ 2. ദാറ്റ് ഇസ് വി ഗെറ്റ് ദ ആൻസർ 4. മിഡിൽ വാല്യൂ പുതിയ മിഡ് എന്ന് പറയുന്നത് 4 ആണ്. 4th പൊസിഷൻ. ഓക്കെ, ഇനി എന്ത് ചെക്ക് ചെയ്യും? കണ്ടുപിടിക്കേണ്ട എലമെന്റ് എ ഓഫ് മിഡ് ആണോ എന്ന് നോക്കും. കണ്ടുപിടിക്കേണ്ട എലമെന്റിന്റെ ഇപ്പോഴും കണ്ടുപിടിക്കേണ്ട എലമെന്റ് 17 ആണ്. ഇവിടെ ഈക്വൽ ടു എ ഓഫ് മിഡ് എന്ന് പറഞ്ഞാല് എ ഓഫ് 4th പൊസിഷൻ. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കും? കീ ഈസ് ഈക്വൽ ടു എ ഓഫ് 4. എ ഓഫ് 4 12 ആണ്. സോ ഇറ്റ് ഇസ് നോട്ട് ഈക്വൽ. ഇനി എന്ത് ചെക്ക് ചെയ്യും? കീ വാല്യൂ ലെസ് ദാൻ എ ഓഫ് മിഡ് ആണോ എന്ന് നോക്കും. അപ്പൊ കീയുടെ വാല്യൂ എത്രയാണ്? 17. ലെസ് ദാൻ എ ഓഫ് മിഡ് എ ഓഫ് 4 ദാറ്റ് ഇസ് 12 ആണ്. സോ ലെസർ ദാൻ അല്ല. ദെൻ എന്ത് ചെയ്യും? അടുത്ത കണ്ടീഷൻ വർക്ക് ചെയ്യും. എന്താണ്? റിട്ടേൺ ആർ ബിൻ മിഡ് +1, എച്ച്, കീ. ഇവിടെയും ഫംഗ്ഷൻ കോള് നമ്മളുടെ സിസ്റ്റത്തിന്റെ അൽഗോരിതത്തിന്റെ ബിഗിനിങ്ങിലേക്ക് പോകും. അപ്പൊ ഇവിടെ എന്താണ് നമ്മൾ പറഞ്ഞ? കീ എലമെന്റ് ഇസ് ഗ്രേറ്റർ ദാൻ മിഡിൽ വാല്യൂ എലമെന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ പുതിയ കോൾ അനുസരിച്ച് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? മിഡ് +1 ആയിരിക്കും പുതിയ എല്. എച്ച് അങ്ങനെ തന്നെ ഉണ്ടാവും. 17 എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ ഇനി നമ്മൾ എന്താ കൺസിഡർ ചെയ്ത്? ആദ്യം എൻറ്റയർ അറേന്ന് മിഡിൽ വാല്യൂ കൺസിഡർ ചെയ്തു. അതിൽ നിന്നും ലെസർ എന്നാണ്, മിഡിലിനേക്കാൾ ലെസ് ആണെന്ന് കണ്ടുപിടിച്ചപ്പോൾ നമ്മൾ ഇത്രയും എലമെന്റുകൾ മാത്രം കൺസിഡർ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്തു? മിഡ് കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പൊ 4 ആണെന്ന് മനസ്സിലായി. പക്ഷെ 4th പൊസിഷൻ എലമെന്റിനേക്കാൾ ഗ്രേറ്റർ ആണ് നമ്മളുടെ കീ എലമെന്റ് എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനി കൺസിഡർ ചെയ്യേണ്ടത് ഇത്രയും പോർഷൻ നമ്മൾ ഇനി കൺസിഡർ ചെയ്യില്ല. എവിടെ തുടങ്ങിയാണ് എടുക്കുക? പുതിയ എൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. മിഡ് +1 തുടങ്ങി എച്ച്, പുതിയ എച്ച് ഈ 7 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? അഗെയിൻ നമ്മൾ അറേ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എൽ ഈസ് ഈക്വൽ ടു എച്ച് ആണോ എന്ന് നോക്കും. എ ഓഫ് എൽ ഈക്വൽ ടു കീ ആണോ എന്ന് നോക്കും. ദെൻ അല്ലെങ്കിൽ മിഡിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ കീ എലമെന്റ് ഈക്വൽ ടു മിഡിൽ ആണോ എന്ന് നോക്കും. കീ എലമെന്റ് ലെസ് ആണോ എന്ന് നോക്കും. കീ എലമെന്റ് ഗ്രേറ്റർ ആണോ എന്ന് നോക്കും. സോ
അങ്ങനെ റിപ്പീറ്റഡ്ലി നമ്മൾ എന്ത് ചെയ്യും, ഈ അൽഗോരിതം മെനി ടൈംസ് അൽഗോരിതം റൺ ചെയ്യും. റൺ ചെയ്ത ശേഷം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും, സിംഗിൾ എലമെന്റ് ഉള്ള L=H എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തിച്ചേരും. ദാറ്റ് ഈസ് ദ റിക്കേഴ്സീവ് ബൈനറി സെർച്ച്. താങ്ക് യു.